ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന്റെ ഐക്യം ശക്തി പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം ആലുവയിൽ. അനുശോചനമറിയിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കമുള്ള പ്രമുഖർ. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ. പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിക്കാൻ വൻ ഭക്തജന പ്രവാഹം. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന്റെ ഐക്യം ശക്തി പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ നടന്ന പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യമെമ്പാടുമുള്ള ആഘോഷങ്ങൾ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വികാരത്തെ ബലപ്പെടുത്തുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറും തെലങ്കാന ഗവർണറുമായ തമിഴിസൈ സൌന്ദരരാജനും ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന TH മുസ്തഫയുടെ കബറടക്കം രാത്രി 8 മണിക്ക് നടക്കും. ആലുവ മാറമ്പള്ളി ജുമാ മസ്ജിദിലാണ് കബറടക്കം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റായും 14 വർഷത്തോളം കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1977, 82, 87, 91 വർഷങ്ങളിൽ ആലുവ നിയോജക മണ്ഡലത്തെയും 2001 കുന്നത്തുനാട് മണ്ഡലത്തെയും നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. മുൻ മന്ത്രി TH മുസ്തഫയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ അനുശോചനമറിയിച്ചു. ജനപക്ഷ നിലപാടുകളിൽ ഊന്നി പ്രവർത്തിച്ച TH മുസ്തഫയുടെ വിയോഗം കോൺഗ്രസിന് കനത്ത നഷ്ടമാണെന്ന് K സുധാകരൻ പറഞ്ഞു. TH മുസ്തഫയുടെ വേർപാടിലൂടെ കോൺഗ്രസിന് ശക്തനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് KC വേണുഗോപാൽ MPയും വ്യക്തമാക്കി. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. തദ്ദേശ സ്ഥാപനങ്ങൾ കായിക മേഖലയുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് സ്പോർട്സ് ഇക്കണോമി വളർത്തിക്കൊണ്ടുവരുന്നതിന് ആശയങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് സംസ്ഥാനതല സ്പോർട്സ് സമ്മിറ്റ് നടത്തുന്നതെന്നും ഇത് കായിക മേഖലയിലെ പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ. തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് ഇന്ന് ബിംബശുദ്ധിക്രിയകൾ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. ഭക്തിസാന്ദ്രമാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും. 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമായി മകരവിളക്ക് ദർശനത്തിനായി തമ്പടിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 7:30 ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകൾ നടന്നു. നാളെ പുലർച്ചെ 2-ന് നട തുറന്ന് 2:46-ന് മകരസംക്രമ പൂജയും നെയ്യഭിഷേകവും നടക്കും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന 6:30-ന് നടക്കും. ഈ സമയം കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും കണ്ടാകും ഭക്തർ മലയിറങ്ങുക. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് വിവിധ വകുപ്പുകൾ സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്തും പരിസര പ്രദേശത്തുമായി ഭക്തർക്ക് അന്നദാനത്തിന് പുറമെ സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള പമ്പ സദ്യ, പമ്പ വിളക്ക് എന്നിവ നടക്കും. പേട്ടതുള്ളിയെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് ആചാരപരമായി പമ്പ സദ്യ ഒരുക്കുന്നത്. അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രാ സംഘം റാന്നി പൂവത്തുംമൂട് പാലം കയറി. നാളെ വൈകിട്ടോടെ ഇവർ ശബരിമലയിലുമെത്തും. ഇന്ന് ഇന്ത്യൻ സേനകളിലെ വിമുക്ത ഭടന്മാരുടെ ദിനം. കൊച്ചി നേവൽ ബേസിൽ സായുധ സേന വെറ്ററൻ ദിനാഘോഷം നടന്നു. കരനാവിക വ്യോമസേനയിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും ഒത്തുചേരുന്ന ചടങ്ങിൽ നേവൽ ബേസിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർ പങ്കെടുക്കുന്ന റാലിയും ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ഈ മാസം 29-ന് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം അധ്യായത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 22.6 ദശലക്ഷം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിപാടിയിൽ പങ്കെടുക്കാം.
അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തർപ്രദേശിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ആരാധനാലയ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മെഗാ യജ്ഞത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 22-നാണ് പ്രതിഷ്ഠ. ചടങ്ങിനോടനുബന്ധിച്ച് യുപിയിലെ ചൌധരി ചരൺ സിംഗ് ഘട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സ്ക്രീൻ സ്ഥാപിക്കാനും തീരുമാനമായി. അയോധ്യ നഗരത്തെ ആധ്യാത്മിക കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായാണിത്. സ്ക്രീനിൽ ജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം വീക്ഷിക്കാനാകും. ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്നു മുതൽ 22 വരെ ക്ഷേത്ര പരിസരം ശുചിയാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ശിവക്ഷേത്രത്തിൽ നടന്ന സ്വച്ഛ ഭാരത് പരിപാടി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു, സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. വൈകുന്നേരം 3:30 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയാക്കോട്. 2 ദിവസം നീണ്ട സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സമാപനം കുറിക്കുന്നത്. 39 ടെക്നിക്കൽ ഹൈസ്കൂളുകൾ, 9 IHRD സ്കൂളുകൾ എന്നിവയിൽ നിന്ന് 1000-ഓളം കായിക താരങ്ങളാണ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ പങ്കെടുത്തത്. സമാപന ദിനമായ ഇന്ന് 43 പോയിന്റോടെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ. വൈകുന്നേരം 3:30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാന വിതരണവും മന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ നീക്കത്തെ CPM ഭയക്കുന്നില്ലെന്നും ശ്രീ ഗോവിന്ദൻ വ്യക്തമാക്കി. അന്വേഷണ ഏജൻസികളുടെ വിഷയത്തിൽ കോൺഗ്രസ് പിന്തുടരുന്നത് അവസരവാദ നിലപാടാണെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യത്ത് ഗവർണർ പദവികൾ വേണ്ടെന്ന് വയ്ക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്ഭവനുകൾ രാഷ്ട്രീയ കള്ളക്കടത്ത് നടത്തുന്ന കേന്ദ്രങ്ങളായി മാറരുതെന്നും ഗവർണർമാർ അതിന്റെ ഏജന്റുകൾ ആകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യത്തുടനീളം വിജയകരമായി പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും വലിയ പൊതുജന പങ്കാളിത്തമാണ് ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലും യാത്രയുടെ പര്യടനം തുടരുന്നു. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിലെ ആകെയുള്ള 94 ഗ്രാമപഞ്ചായത്തുകളിൽ 83 പഞ്ചായത്തുകളിൽ ഇന്നത്തോടെ വികസിത് ഭാരത് യാത്രയുടെ പരിപാടികൾ പൂർത്തിയാകും. ഇന്ന് രാവിലെ കുറ്റിപ്പുറം ബ്ലോക്കിലെ കൽപ്പകഞ്ചേരിയിൽ നടന്ന പരിപാടിയിൽ മികച്ച ജനപങ്കാളിത്തം പ്രകടമായി. ഉച്ചയ്ക്ക് ശേഷം എടയൂരിലാണ് പ്രോഗ്രാം. ഈ മാസം 20-ന് പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളത്താണ് സമാപനം. ഗ്രാമങ്ങളിൽ സ്ത്രീകളും കർഷകരും സംരംഭകരുമടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ VBSYയുടെ ഭാഗമായത്. ജില്ലയിലെ നഗരവാസികളും വലിയ പിന്തുണയാണ് VBSYക്ക് നൽകുന്നത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നിവിടങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്നലെയും ഇന്നും മഞ്ചേരി നഗരസഭയിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം നടത്തുന്നത്. കൈവെട്ട് പരാമർശത്തിൽ SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസെടുത്തു. അഷ്റഫ് കളത്തിങ്കൽ എന്നയാളുടെ പരാതിയിൽ മലപ്പുറം പോലീസാണ് IPC വകുപ്പ് 153 പ്രകാരം സത്താറിനെതിരെ കേസെടുത്തത്. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകുമെന്ന് മുഖദ്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലാണ് സത്താർ പന്തല്ലൂർ പരാമർശിച്ചത്. ഉത്തരേന്ത്യയിലെ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു. ന്യൂഡൽഹിയിൽ എത്തിച്ചേരേണ്ട വിവിധ ട്രെയിനുകൾ 6 മണിക്കൂർ വരെ വൈകുന്നതായി റെയിൽവേ അറിയിച്ചു. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മഠത്തിൽപ്പറമ്പിലിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. ഇടുക്കി പാമ്പനാർ ഇടവക അംഗമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മഠത്തിൽപ്പറമ്പിൽ റോമിൽ നിന്ന് കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. വ്യാഴാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് ആദ്യ മത്സരത്തിൽ ഇറങ്ങാതിരുന്ന വിരാട് കോഹ്ലി ഇന്ന് കളിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന്റെ ഐക്യം ശക്തി പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം ആലുവയിൽ അനുശോചനമറിയിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കമുള്ള പ്രമുഖർ.
കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ. പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിക്കാൻ വൻ ഭക്തജനപ്രവാഹം. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.